MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പുഡിംഗ് ആണ്. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണിത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാൻ 15 ആരോ റൂട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഈ മിക്സിയിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയാണ്. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ലെവൽ ചെയ്ത് ഇതൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. ഈ ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്നും 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിനായിട്ട് ആകെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. കട്ട പിടിക്കാതെ നന്നായി മിക്സ് ചെയ്യാം. ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. 1/3 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി. പാലിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ചേർക്കാം. പാലിപ്പോൾ നന്നായി തിളക്കുന്നുണ്ട്. ഇത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തൊന്ന് കുറുക്കിയെടുക്കണം. അടിയിൽ പിടിക്കാതെ നോക്കണം. കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറുകി വരും. ഇനി ഒന്നുകൂടി ഇത് കുറുകാനുണ്ട്. ഇതുപോലെ മുറിഞ്ഞു വീഴുന്ന പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് നല്ല ചൂടോടുകൂടി തന്നെ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. പുഡിംഗ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് കോഫി പുഡിംഗ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.